അറിയോ? ജാനുവരിയിലേക്കാ? അതൊരു മാസം. എങ്ങടെ പോണേന്ന് പറയും. Neuen Landercampe, Polizeikommissariat ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ചേട്ടനും ഫാമിലിയും വരണം. ഞങ്ങൾ ഇവിടെ പിക്ക് ചെയ്യാൻ പോവാണ്. എക്സൈറ്റ്മെന്റ് കാരണമാണ് വെൽക്കം ടു ട്രിപ്പിംഗ് ബീച്ച് പറയാൻ വരെ മറന്നത്. വെൽക്കം ടു ട്രിപ്പിംഗ് ബീച്ച്. നമ്മൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മീൻസ് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഡേക്ക് വേണ്ടിയിട്ട്. ചേട്ടൻ 2 ആഴ്ച മുമ്പാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ചേട്ടൻ്റെ പിറ്റേ ദിവസം തന്നെ കിട്ടി. അതിൻ്റെ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും. പക്ഷെ ആ സന്തോഷം പോകാൻ അധികം നാൾ വേണ്ടി വന്നില്ല. കാരണം അമ്മച്ചി അതേ സമയത്ത് തന്നെയാണ് സബ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ 2 ആഴ്ചയായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചിയും ഇന്ന് വരാൻ നിന്നതായിരുന്നു. ഇന്ന് ഉച്ച തിരിഞ്ഞെത്തണ പോലെയായിരുന്നു അമ്മച്ചി. പക്ഷേ ഈ വിസ കിട്ടാത്ത കാരണം കൊണ്ട് നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പിന്നെ അറിയില്ല, അടുത്ത വെള്ളിയാഴ്ചക്കാണ് ചെയ്തിരിക്കുന്നത്. വിസ കിട്ടാൻ വെയിറ്റിംഗ്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. വിസ പോവോ? നീ ആവശ്യമില്ലാത്ത പറഞ്ഞു. അപ്പം ഞങ്ങള് പിക്ക് ചെയ്യാനൊക്കെ മുമ്പ് ഞങ്ങൾ ഇവര് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയി കണ്ടിട്ട് പോയോ? ഞങ്ങൾ മുമ്പത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യം സാധനങ്ങൾ വാങ്ങിച്ചാൽ ഭയങ്കര പാർട്സ് ആയിട്ടാണ് കിട്ടുക, നമ്മളെല്ലാം ഇരുന്ന് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ. ഇപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നു. അന്ന് ഞങ്ങൾ ഓൾറെഡി ഫിറ്റിംഗ് കഴിഞ്ഞതൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ചെയർ പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വരുന്ന കാരണം കൊണ്ട് ഒരു ജസ്റ്റ് ബെഡ് വാങ്ങി. പിന്നെ ഞങ്ങൾ ഫുൾ ലൈറ്റ്സ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ സമ്മർ ആയതുകൊണ്ട് അങ്ങനെ ആവശ്യം വന്നില്ല. പിന്നെ അവരൊക്കെ വരുന്ന കാരണം കൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങി. ഇതൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് സ്റ്റോർ റൂമിലേക്കുള്ള ഷെൽഫ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോർ റൂമിൽ കുറച്ച് ഒതുക്കാണ്ട്, അത് ഒതുക്കി കഴിഞ്ഞാൽ ആ ഭാഗം തീർന്നു. ഇതാണ് ഇതിന്റെ മാനുവൽ. ഓരോ പെട്ടിയിലും ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടാവും. ഇത് നോക്കിയിട്ട് ഇതനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. പട്ട് എന്താ ചെയ്യാൻ പോണേ? ഇങ്ങോട്ട് നോക്കി പറയടോ. അതാ അപ്പൊ അവിടെ നമ്മൾ എന്നിട്ട് ചോദിക്കാറ് അപ്പയ്ക്ക് ഹാപ്പി ആണോന്നല്ല, ഉപകാരം ചോദിച്ചോക്കിയേ. ഉപദ്രവം ചെയ്യാണ്ടിരുന്നാ മതി. പട്ടിന്റെ പ്ലെയർ എവിടെയാ? പ്ലെയർ ഹാമർ. ഓക്കെ, ഗുഡ്. അപ്പയുടെ പ്ലെയറാ? ഓക്കെ, ഗുഡ്. അത് 2 സ്ക്രൂ ഇട്ടാൽ വിളിക്കട്ടെ. അവിടെയും അവിടെ ഇട്ടു. അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. ഇത് വേണ്ട, അതപ്പ ചെയ്യും. എന്ത് ഇതാണ് സ്റ്റോർ റൂം. ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇവിടെ ഓൾറെഡി ഒരെണ്ണുണ്ട്. ഞാൻ ഒരെണ്ണം ഇവിടെ വന്നാലേ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പട്ടുന്റെ പ്ലാൻ ഇരിക്കുന്നുണ്ട്. പട്ടു ചുമര് മറിക്കല്ലേ? പിന്നെ ഇവിടെ കുറെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. ടോയ്ലറ്റിൽ നമുക്ക് അത്ര സ്ഥലമില്ല. പിന്നെ ആക്ച്വലി ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ആ ടൂൾ ബോക്സ് ആയിരുന്നു, അത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഉള്ള മെസ്സാണ്. പിന്നെ ഇത് ഓൾറെഡി മെസ്സാണ്. ഇപ്പൊ ടിഷ്യൂ ഒക്കെ അവിടെ ഇരിക്കണം. ഈ 2 ബോക്സും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് 2 പുറത്ത് വെച്ചേക്കാം.
സ്റ്റാൻഡ് വരട്ടെ. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും എൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ളതാ. ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻ. അതിവിടെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല. പ്ലാനല്ല, പ്ലാൻ ആക്ച്വലി ഇങ്ങനെ ഇടാനായിരുന്നു, പക്ഷേ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറന്നുപോയി. ഓൾ ഗുഡ്. ഞങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോർ റൂം ഒതുക്കാന്ന് വെച്ചു. ഒതുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ സോഫ ഒതുക്കാൻ പോവാ, സോഫ ഫിറ്റ് ചെയ്യാൻ പോവാം. സോഫ ഞങ്ങൾ ഇവിടെ അല്ല ചെയ്യണം കേട്ടോ, കാരണം ഇവിടെ ഓൾറെഡി ഒരു സോഫ ഉണ്ട്. ഗസ്റ്റ് ബെഡ്റൂമിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇത് അങ്ങോട്ട് കൊണ്ടുപോകാം. ആദ്യം ഞങ്ങൾ അതിനെ റൂമിന്റെ ലേ ഔട്ട് ഒന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഗസ്റ്റ് ബെഡ്റൂം അല്ല, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഞങ്ങളത് പട്ടുവിന് കൊടുത്തു. പട്ടുവിന്റെ റൂം ഞങ്ങൾ എടുത്തു. അത് കുഞ്ഞ റൂമാ, അത് ഞങ്ങൾ എടുത്തു. കാരണം ഞങ്ങൾക്ക് അത് അവിടെ എടുക്കാൻ വേണ്ടി മാത്രമേ വേണ്ടൂ. ഇവിടെ പട്ടുന്റെ അത് ബെഡ് കാണിച്ചാരലാണ്. സോഫയൊക്കെ ആ റൂം അടിപൊളിയാക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓഫീസ് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോഴേക്കും അവള് പോയിട്ട് ആ റൂം കാണിച്ചു തരും. അവിടെ ഉണ്ടായിരുന്ന മേശ എടുത്തിട്ട് ഇങ്ങോട്ടിട്ടു. ഇവിടെ ഉണ്ടായിരുന്ന കട്ടിലിച്ചിരി അങ്ങ് നീക്കി. അത് പുള്ള് ചെയ്യാൻ പറ്റുന്ന സോഫ, അങ്ങനെ നിവർത്തിയ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അങ്ങനെ അപ്പം ഞങ്ങളിത് 2-3 മാസമായിട്ട് ആലോചിക്കുകയാണ് ഇത് എങ്ങനെ വരും എന്ന്. പക്ഷെ സോഫ വന്ന് അളവൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. പക്ഷെ സോഫ വന്ന് ഇട്ട് നോക്കിയപ്പോഴാണ് പെർഫെക്റ്റ് ആയത്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമായി. ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ ഇപ്പോൾ ഈ 2 കബോർഡ് വന്നപ്പോൾ എല്ലാത്തിനുള്ള സ്പേസ് ആയിട്ടോ. എല്ലാം നന്നായി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. മാറിക്ക് പൊന്നോ. പറഞ്ഞു പട്ടുമിണ്ടാണ്ടിക്ക് ഞങ്ങളുടെ കാൽക്കുലേഷൻ അങ്ങോട്ട് ഒരു ചെറുതായിട്ടൊന്ന് പാകി. ഞങ്ങള് കാൽക്കുലേറ്റ് ചെയ്ത സൈസിന് അത്ര കട്ടകൾ കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അരുകളിൽ ഇടാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഇടാൻ പറ്റുമെന്ന് വിചാരിച്ച. പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയും 2 സെറ്റ് വാങ്ങണം, 3 വാങ്ങണം, എന്നാലും അത് ഫുൾ ആവുള്ളൂ. നമുക്ക് അരി ഇട്ടില്ലല്ലോ. ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. അതായത് ഇതുപോലെ ബാക്കി വരികയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കാരണം അങ്ങോട്ട് യൂസബിൾ ഏരിയ അല്ലല്ലോ. പക്ഷെ അത് ഇപ്പൊ എത്രയേ ഉള്ളൂ. ഇന്നത്തെ 2 ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ അവർ വരുന്നതിന് തലേദിവസമാണ്. ഇപ്പം നമ്മളെല്ലാ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്യണം. നല്ല ജോലി തിരക്കായിരുന്നു 32 ദിവസം. ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ കൊല്ലം. ഓക്കെ, യെസ്. ലൈറ്റ് വേണ്ട, പട്ടുള്ളൂ. അതല്ല ഈ റൂമിൽ സെറ്റായി. ഇത് ബാത്റൂമിൽ 2 ലൈറ്റ്, പിന്നെ ഇത് ഹാള് പോയി. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. വയ്യാണ്ടായി. കയ്യൊക്കെ വേദന. കുറെ നേരം ഇങ്ങനെ പിടിച്ചു നിന്നിട്ടേ ഭയങ്കര വേദന. ഇനിയൊന്നുമില്ലല്ലോ.
ഇനി Clock ക്ലോക്ക് ഒരെണ്ണം fit ഫിറ്റ് ചെയ്യാണ്ട്. അതുകൂടി കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാ പണിയും കഴിഞ്ഞേ. ഇതൊക്കെ ആരും അല്ല പണി കഴിഞ്ഞല്ലോ. അത് ശരിയാ. അവിടെ ഭംഗിയായില്ലേ? അടിപൊളി, നല്ല പൊസിഷൻ ആയിട്ട്. സൂപ്പറായ ലൈറ്റ് ഇട്ടു, ക്ലോക്ക് വെച്ചു. ടൈലിന്റെ കാര്യത്തില് ഞങ്ങൾക്കൊരു ഇതായിട്ടില്ല, കാരണം ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ല പോയി വാങ്ങാൻ. അത് കാരണം കൊണ്ട് അത് പിന്നെ അത്ര എമർജൻസിയും അല്ല, കാരണം ഞങ്ങള് ഒരുവിധം ഫിറ്റ് ആയിട്ടുള്ള അപ്പൊ കസാരക്ക് ഇട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലത്തില് നമ്മൾ ടൈൽ വിരിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് ഞങ്ങളത് ഫിറ്റ് ചെയ്യും. ഇനി നമുക്ക് അവരെ പോയിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഫ്ലൂഗാഫിനെത്തി, അവരവിടെ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് ഇറങ്ങാം. സമ്മതിക്കരുത്, നിന്റെ തൊപ്പി എങ്ങോട്ടും പോയില്ല. വാ, എവിടേക്കാണോ പോട്ടെ. എന്റെ ഉള്ളു കൊള്ളാല്ലേ. പെട്ടെന്ന് എങ്ങടെ വരണേന്നറിയാം, എങ്ങടെ വന്നേനെ? തൊപ്പി എടുക്കില്ലേ, നിന്നെ കാണില്ല. എങ്ങടെ പോണേ? എങ്ങനെ വന്നേനെ? ആരുണ്ടാ കാണത്തില്ല, കണ്ടിട്ടില്ലേ? വാ, അമ്മച്ചിക്ക് വിസ കിട്ടിയില്ല, നമ്മള് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ചേട്ടൻ ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മച്ചിയും വന്നു. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വിസയുടെ കാര്യത്തിൽ, പക്ഷേ എല്ലാം സേഫായിട്ട് ഇവിടെ എത്തി എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2 വീക്സിന് റോഡ് ട്രിപ്പ് പോയി. അത് നല്ല അടിപൊളിയായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടായാലും പിള്ളേർ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിൽ തന്നെയായിരുന്നു, ഫുൾ ടൈം കളിയായിരുന്നു. ഞങ്ങൾ ഈ ഒരു മാസം ശരിക്കും നന്നായി എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. ആ പറയ്, ആരെ വന്ന്? ഇന്നാരെ വന്ന്? അമ്മച്ചീനെ തിരിച്ചു വിട്ടാലോ എൻ്റെ ഇല്ല. അമ്മച്ചി വീട്ടിലേക്ക് ഉണ്ടോ? ഞങ്ങള് സ്വിറ്റ്സർലൻഡിൽ നിന്ന് റീൽസ് അടിപൊളി.